ഗൈസ്, എല്ലാവരും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ നിരന്തരമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നേടാൻ പറ്റും എന്ന് പറഞ്ഞത് വളരെ സത്യമായിട്ടോ. കാരണം കഴിഞ്ഞ 3 വർഷം മുമ്പാണ് എനിക്ക് ആദ്യമായിട്ടൊരു ആഗ്രഹം വന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു ബൈക്ക് യാത്ര പോകണമെന്ന്. ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ UAE അവിടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ സ്വപ്നം കണ്ട് ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്തു. നാട്ടിൽ വന്നിട്ട് ഞാനൊരു സ്പോൺസർഷിപ്പിന് വേണ്ടി ഒരു കമ്പനിയുടെ അടുത്ത് പോയി. അവരെന്നെ കളിയാക്കി അവർ, നിനക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരുപാട് സങ്കടം വന്നു. എന്നാലും ഞാൻ കുറച്ചും കൂടി ട്രൈ ചെയ്തു. ആ സമയത്ത് ഒരുപാട് ട്രൈ ചെയ്തിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് എനിക്ക് തോന്നിയത്, എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കാന്നില്ലേ. അങ്ങനെയാണ് ശരിക്കും നമ്മുടെ കേരള ടു നേപ്പാൾ യാത്രയൊക്കെ പോയി, കേരള ടു സിംഗപ്പൂർ യാത്രയൊക്കെ പോയി, കേരള ടു ഈ യാത്രയൊക്കെ പോയി. ഇപ്പം എന്തായി, എനിക്കൊരു പ്രൊഫൈലുണ്ട്, ഒരു മല്ലു ട്രാവലർ എന്നുള്ളൊരു പ്രൊഫൈലുണ്ട്. ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് അവരുടെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യാം, ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇത്തവണ ഞാൻ അങ്ങനെ അഗെയിൻ ട്രൈ ചെയ്തു. പക്ഷെങ്കിൽ ഒരു ഏകദേശം കേരളത്തിലെ പേരുകൾ ഞാൻ പറഞ്ഞില്ല, പ്രമുഖരായ ബ്രാൻഡുകളുടെ അടുത്തൊക്കെ ഞാൻ എൻ്റെ പ്രപ്പോസൽ കൊടുത്തു. പക്ഷെങ്കിൽ ഫൈനൽ സ്റ്റേജ് എത്തുമ്പം മലയാളി എന്ന ലെവൽ കൊണ്ടാണോ എന്നറിയില്ല, റിജക്റ്റ് ആണ്. ഇവരുടെ മുംബൈയിലും ഡൽഹിയിലും ഒക്കെയുള്ള ഓഫീസുകൾ എത്തുമ്പോൾ നമ്മുടെ ഫയൽ അവർ ചെയ്യുന്നില്ല, നമ്മൾ മൈൻഡ് ആക്കുന്നില്ല, അങ്ങനെ തന്നെ പറയാം. സോ അങ്ങനെ ഒരുപാട് ആട്ടും തുപ്പൊക്കെ ഒരുപാട് കേട്ടു. ഒരുപാട് ആൾക്കാർ എന്നെ 10, 20, 25 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഒരുപാട് ആൾക്കാർ നാളെ നീളെ ലോട്ടറി വെക്കുന്നത് പോലെ നാളെ എന്ന് പറഞ്ഞ ടുമോറോ നാളെ എന്ന് മറ്റേ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ ഞാൻ വിട്ടിട്ടില്ല, ഞാൻ വിടാതെ പിടിച്ചു. കാരണം എൻ്റെ ആവശ്യമാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഈ യാത്ര തീരുമാനമായിട്ടുണ്ട്. കാരണം നവംബറിലാണ് ഞാൻ പുറപ്പെടുന്നത്. ഇനിയും നമുക്ക് 2-3 മാസം ടൈം ഉണ്ട്. പക്ഷെ 2-3 മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്ര കാലം ചെയ്തതുപോലെ സിമ്പിൾ ആയിട്ടുള്ള യാത്രയല്ല. ഏകദേശം 39ഓളം രാജ്യങ്ങളിലൂടെ 6 മാസത്തോളം സമയം എടുത്തിട്ടാണ് ഈ ഒരു യാത്ര നടത്തേണ്ടി വരുന്നത്. 28 മുതൽ 30,000 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളും, ഒരുപാട് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പം ഈ വീഡിയോ ചെയ്തത് ആ ഒരു യാത്രയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല. ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച, ഓഗസ്റ്റ് 10 ശനിയാഴ്ച ഞാൻ എൻ്റെ യൂറോപ്പ് യാത്രയ്ക്ക് പോകുന്ന ബൈക്ക് ഡെലിവറി എടുക്കണം. ഒരു ബൈക്ക് എന്നതിലുപരി ഞാനും അതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാരണം അറിയാലോ, നമ്മുടെ കൂടെ ഇത്ര ദൂരം നമ്മുടെ കൂടെ വരുന്ന ഒരു യാത്രക്ക് നമ്മുടെ കൂടെ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പം വണ്ടി എന്നുള്ള ഒരു ലേബൽ ഒഴിവാക്കിയിട്ട് ഞാൻ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ആമിന. എൻ്റെ ഉമ്മാന്റെ പേരാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടി ബൈക്ക് എന്ന് പറയുമ്പം അത് രസമില്ല. പകരം നമുക്ക് ആമിന എന്ന് തന്നെ വിളിച്ചൂടെ, അല്ലേ? നമ്മുടെ വളർത്തു മൃഗങ്ങളൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി വിളിച്ചൂടാം? അപ്പം ആമിനാനെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓഗസ്റ്റ് 10 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കണ്ണൂര് പുതിയ തെരുവിലുള്ള ഹൈടെക് TVS ഷോറൂമിന്റെ മുമ്പിലേക്ക് വന്നാൽ മതി. എല്ലാവരും നമുക്കൊരു കല്യാണം പോലെ നമുക്കൊരു ഉഷാറാക്കാം. കാരണം അറിയാലോ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സെലിബ്രേഷൻ ആയിരിക്കും വരുന്ന 6 മാസം. ഈ ഒരു യാത്ര അത്രക്കും ഒരു പോപ്പുലർ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു മലയാളി മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്ത് കണ്ടിന്യൂസ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മലയാളിയാണ്. അതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും കൂടി പ്രവാസികൾ ഈ വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ യാത്ര നിങ്ങളിലെടുത്ത് മാത്രമേ തുടങ്ങുള്ളൂ. എൻ്റെ യാത്ര ഞാൻ ആരംഭിക്കുന്ന ഒമാനിൽ നിന്നാണ്. ഇവിടുന്ന് ഒമാനിലേക്ക് എയർ ചെയ്തിട്ട് ഒമാനിൽ നിന്ന് മക്ക, സൗദി, പിന്നെ അതുപോലെ UAE നിന്നാണ് പിന്നെ ഇറാൻ വഴി ഞാൻ യൂറോപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം പ്രവാസികളോട് നിങ്ങളുടെ അടുത്ത് നിന്നാണ് തുടങ്ങാൻ എനിക്ക് ആഗ്രഹം. കാരണം നിങ്ങളാണ് ഒരുപക്ഷെ എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാവരുടെയും വിജയത്തിന്റെ കാരണക്കാർ നിങ്ങളാണെന്ന് അറിയാം. എനിക്ക് കിട്ടുന്ന വ്യൂവേഴ്സിൽ 43% വരുന്നത് പ്രവാസികളുടെ അടുത്താണ്, ഈ ഗൾഫ് കൺട്രീസിനാണ്. എനിക്ക് മാത്രമല്ല, പല യൂട്യൂബേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഒരു ട്രാവലർ എന്ന നിലയിലും എനിക്ക് വരുന്ന സഹായങ്ങളും സപ്പോർട്ടുകളും അധികവും പ്രവാസികളുടെ അടുത്ത് തന്നെയാണ്. അപ്പം ഈ ഒരു യാത്ര ഏതായാലും പ്രവാസികൾക്കിടയിലൂടെ അവരുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് ഒരു തുടക്കം കുറിക്കാന്ന് വെച്ചു. നവംബറിലാണ് യാത്ര പുറപ്പെടുന്നത്. ഒന്നും കൂടി ഞാൻ പറയുന്നു, യാത്രയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വണ്ടി ഡെലിവറി എടുത്തിട്ട് ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ തുടങ്ങും, കേരള ടു യൂറോപ്പിന്റെ. അത് മുതൽ പറയാം, നമ്മൾ എങ്ങനെയാണ് വിസ എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, എല്ലാ വീഡിയോയിലും പറയും. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഈ യാത്ര ഞാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളികൾ കേരള ടു ലഡാക്കും മണാലിയൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ യൂറോപ്പിലേക്ക് പോകും. കാരണം അത്രക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെ ഒരു ക്രോസ് കൺട്രി റൈഡ് പോകാം എന്ന് മാക്സിമം ഞാൻ മലയാളത്തിൽ തന്നെ വിവരിച്ച് തരും. മലയാളത്തിൽ വിവരിക്കുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എനിക്കൊരു 3 സ്പോൺസർഷിപ്പ് വന്നിരുന്നു.
ഒരു ഇന്റർനാഷണൽ ബ്രാൻഡഡ് ആണ്. പക്ഷെ അവരെന്നോട് പറഞ്ഞത് മലയാളമല്ലാതെ ഇംഗ്ലീഷിൽ ചെയ്യുവാണെങ്കിൽ സ്പോൺസർഷിപ്പ് തരാം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് വേണ്ട, കാരണം നമുക്ക് വേണ്ടത് മലയാളത്തിൽ നിന്നാണ്. മലയാളികളാണ് നമ്മുടെ വ്യൂവേഴ്സ്, മലയാളികളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം എൻ്റെ ബെല്ലുമ്മമാർ വരെ എൻ്റെ വീഡിയോ കാണുന്നത്, കുറച്ച് വയസ്സായ ആൾക്കാർ വരും. അപ്പോൾ അവരോടൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരും ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം പിന്നെ അതും എൻ്റെ ഒരു ഇതാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. യൂറോപ്പ് റൈഡിന് ഒറ്റ വീഡിയോ പോലും മിസ്സാക്കരുത്. ഞാൻ ഈ ഒരു മാസം എൻ്റെ ഉമ്മാരെ വർഷപ്പൻ്റെ പുറക്ക് അടയിരുന്ന പോലെ ഇരുന്നത് ഈ യൂറോപ്പ് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. എവിടെയും പോയിട്ടില്ല, നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഒരു മാസമായിട്ട് എവിടെയും യാത്ര ചെയ്തിട്ടില്ല. ഈ ഒരു യൂറോപ്പ് യാത്ര കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മറന്നുകൊണ്ട വരുന്ന 10-ാം തീയതി, ഓഗസ്റ്റ് 10-ാം തീയതി വൈകുന്നേരം 3:30 മണിക്ക് കണ്ണൂർ പുതിയ തെരുവിലുള്ള ഹൈടെക് TVS ഷോറൂമിലേക്ക് എല്ലാവരും വരണം. എല്ലാവരും ക്ഷണിക്കുന്നു. എൻ്റെയും മാമിനാൻ്റെയും കല്യാണമാണെന്ന് വിചാരിച്ചാൽ മതി. എല്ലാവരും ക്ഷണിക്കുന്നു. എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. തുടക്കത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അവസാനം വരെ പിന്നെ എനിക്ക് ആ ഒരു എനർജി കിട്ടും. എന്നാൽ മാത്രമേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളായിരിക്കും. കാരണം ഒരു മലയാളി ഒരു ക്രോസ് കൺട്രി റൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് അഭിമാനിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി, മറന്നു വേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ട് ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുക കേട്ടോ. മറക്കരുത്, ശനിയാഴ്ച 10-ാം തീയതി വൈകുന്നേരം 3:30 മണിക്ക് കണ്ണൂർ പുതിയ തെരുവിലുള്ള ഹൈടെക് TVS ഷോറൂം. ബൈക്ക് ഏതാണെന്ന് ചോദിക്കേണ്ട, അവിടെ വന്നിട്ട് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.